ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ നമ്മൾ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഒരു ടിപ്സ് അല്ല കേട്ടോ, നല്ലൊരു ഹെൽത്തി ഡ്രിങ്കിൻ്റെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഞാനിതിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 വലിയ സ്പൂണാണ് കേട്ടോ, ഇതിന് തവിയായി 2 തവി കോറപ്പൊടി, അതായത് റാഗി പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ബീട്രൂട്ടിൻ്റെ 1/4 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ച് അതൊന്ന് അരിച്ചെടുത്ത ആ ഒരു ജ്യൂസ്, അതായത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ഞാനിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിനനുസരിച്ച് പിന്നെ നമ്മൾ കുറച്ചും കൂടെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതിനെ നന്നായി ഒന്ന് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കൂടുതൽ വേണ്ട, ഒരു ചെറിയ പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അതായത് ഈ കോർണ നമ്മൾ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മളൊരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന ബദാം എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ അതിൻ്റെ തോലൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈന്തപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈന്തപ്പഴം എടുക്കാം, അല്ലെങ്കിൽ കറുത്ത മുന്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. നമ്മുടെ കയ്യിൽ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്കത് എടുക്കാം, കാഷ്യൂ നട്ട് ആണെങ്കിലും ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ബദാമാണ് ഉള്ളത്, അപ്പോൾ അതിൻ്റെ നമ്മൾ ഇതെല്ലാം ഒന്ന് തോല് കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതായി ഇവിടെ നമ്മൾ ഒരു റാഗിയുടെ ആ ഒരു കുറുക്ക് നന്നായി തന്നെ ഒന്ന് വെന്ത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുവിധം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് നമ്മളതൊന്ന് നന്നായി ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക. അത് ചൂടാറി വരുമ്പോഴേക്കും തന്നെ നല്ലപോലെ കട്ടയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായി ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് അടുത്ത കാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓഫാക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മളൊരു ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ തോല് കളഞ്ഞിട്ടുള്ള ബദാം ഉണ്ടല്ലോ, ബദാം ആ വെള്ളം വേണ്ട, ബദാം മാത്രം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കറുത്ത മുന്തിരിയാണ് കേട്ടോ, സീഡ്ലെസ് ആയിട്ടുള്ള കറുത്ത മുന്തിരിനെ ഞാനിതുപോലെ കുറച്ച് സമയം വെള്ളത്തിലിട്ട് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ലോണം കഴുകിയതിന് ശേഷമാണ് കേട്ടോ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വെള്ളത്തോടു കൂടി തന്നെ മുന്തിരിയും വെള്ളവും കൂടി നമ്മൾ അതിലേക്ക് ഇടാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു കോറയുടെ പൊടി ഉണ്ടല്ലോ, കുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ കുറുക്കും കൂടി നല്ലോണം ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പഞ്ചസാരയൊന്നും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല, കാരണം ഈ ബീട്രൂട്ടിൽ ചെറിയൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു അല്പം ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ മുന്തിരിയിലും അതുപോലെ ചെറിയൊരു മധുരം ഉണ്ടല്ലോ. പിന്നെ നമ്മൾ കുറച്ച് തണുത്ത പാലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നമ്മുടെ കയ്യിൽ സബ്ജാ സീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്ജാ സീഡ് കുതിർത്തിട്ട് നമ്മൾ ഈ ഒരു അടിച്ചെടുത്തതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ. നമ്മൾ സാധാരണ കോറയൊക്കെ ഇതുപോലെ കുറുക്കി കുടിക്കാറുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ക്യാരറ്റിൻ്റെ ജ്യൂസ് ആണെങ്കിൽ ക്യാരറ്റിൻ്റെ ജ്യൂസ് ചേർത്തിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ റാഗി പൗഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം റോസ്മേരി, ഉണങ്ങിയിട്ടുള്ള റോസ്മേരി നമുക്ക് മാർക്കറ്റിലെല്ലാം തന്നെ അവൈലബിൾ ആണ് കേട്ടോ. അത് ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നില്ല, വെറും ചെറിയ ടീസ്പൂണിൽ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/4 ഗ്ലാസ്സിലും താഴെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് വെള്ളത്തിലൊന്ന് സെറ്റാക്കി എടുക്കാം. നമ്മൾ റോസ്മേരിയുടെ വെള്ളം, നമ്മൾ റോസ്മേരി വാട്ടർ തയ്യാറാക്കിയിട്ട് നമ്മൾ തലയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അതിന് മുമ്പായിട്ട് നമ്മളത് ആ റോസ്മേരിയുടെ വെള്ളം തിളപ്പിക്കുന്നതിന് മുമ്പ് ഒരു 1-2 മണിക്കൂർ മുമ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി വയ്ക്കുക. അപ്പോൾ ആ റോസ്മേരി എല്ലാം തന്നെ നല്ലോണം ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം തന്നെ അതിൻ്റെ ഒരു വെള്ളത്തിന് ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഒരു 3 ഗ്ലാസ്സോളം മൊത്തത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു കുറച്ച് സമയം 10-15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് ഈ റോസ്മേരി നല്ല വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇട്ടല്ലോ ഈ ഒരു വെള്ളത്തിന് നല്ല പോലെ തന്നെ കളർ ചേഞ്ചായി വരും. ശരിക്കും ഒരു ബ്രൗണും അല്ല, നമ്മൾ കട്ടൻ ചായയൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കളറ് നമുക്ക് കിട്ടും. ഇപ്പോൾ തന്നെ ഒരു കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതാണ്ട് ഇങ്ങനെ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുത്തിട്ട് ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.
ചൂടാറിയതിന് ശേഷം നമ്മളൊരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള ജ്യൂസ് കുപ്പിയിലാക്കിയിട്ട് അതിൻ്റെ അടപ്പിൽ ചെറിയൊരു ഹോളാക്കിയതിന് ശേഷം നമ്മളെ മുടിയിലല്ല നമ്മുടെ ഈ ഒരു തലയോട്ടിയിൽ ഫുള്ളായി തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കുളിക്കാൻ പോകുന്നതിൻ്റെ ഒരു 3-4 മണിക്കൂർ മുമ്പൊക്കെ നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മുടി ഒന്ന് നന്നായി ഒന്ന് ഫാനിൻ്റെ ചോട്ടിലിരുന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കുക. ആ ഒരു നനവൊന്ന് പോയതിന് ശേഷം നമ്മൾ അല്ലെങ്കിൽ രാവിലെ നമ്മൾ ചെയ്യാൻ വൈകുന്നേരമാണ് കുളിക്കുന്നതെങ്കിൽ തല കഴുകുന്നതെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ഇത് തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അത് കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി എന്തായാലും നമ്മൾ മുടി വളരുന്നത് കുറച്ച് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റോസ്മേരി നമുക്ക് യൂസ് ആവുന്നത് കേട്ടോ. അപ്പോൾ വളരെ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള നല്ല മുടി വളരാനായിട്ട് വളരെ നല്ലതാണ് റോസ്മേരി വാട്ടർ. നമ്മളിതിനെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഇതുപോലെ നമ്മളതിനെ ശരിക്കും ഇതുപോലെ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അതിലൊരു യാതൊരു കെമിക്കലും ഒന്നും ചേരാത്തതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ തലയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 30 ഡേയ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യുക. പിന്നെ അതിന് ശേഷം നമ്മൾ വീക്ക്ലി ഒരു 2 തവണയോ 3 തവണയോ അങ്ങനെ ആയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ വീക്ക്ലി ഒരു തവണയൊക്കെ നമ്മളതൊന്ന് അപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഹെയർ മുടി കൊഴിച്ചിലുള്ളതാണെന്നുണ്ടെങ്കിലും അതുപോലെ തലയിൽ താരൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും മുടി വളരാത്ത പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് പരിഹരിക്കാനായിട്ട് ഇതുപോലെ റോസ്മേരി വാട്ടർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഈ റോസ്മേരിയുടെ ഡ്രൈഡായിട്ട് ഉണങ്ങിയിട്ടുള്ള ആ ഒരു റോസ്മേരിയുടെ ലീഫ് നമുക്ക് എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് വാങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ. നമ്മുടെ എല്ലാ വീടുകളിലുള്ള പ്രശ്നമാണ് പല്ലി, പാറ്റ, അതുപോലെ തന്നെ ഉറുമ്പ്, എലി, പെരിച്ചാഴി, പാമ്പ്, ഇതിൻ്റെയൊക്കെ ശല്യം ഉണ്ടാവും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ശല്യം തീർക്കാനായിട്ട് നമ്മളിതുപോലെ ഒരു വെളുത്തുള്ളിയുടെ ഒരു കുടം വെളുത്തുള്ളിയിൽ നിന്ന് ഒരു 4 വെളുത്തുള്ളി മാത്രം എടുത്താൽ മതിയാവും കേട്ടോ. ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ തോലോടുകൂടി തന്നെ ഒരു 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 എണ്ണം മതിയാവും. ഇത് ചെറുതായതുകൊണ്ട് ഞാൻ ഒരു 5 എണ്ണം എടുത്തിട്ട് ഇതുപോലൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. തോലോടുകൂടി തന്നെ, തോലൊന്നും കളയണ്ട കേട്ടോ. ഇതിനെ നമ്മളിങ്ങനെ ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊരു കുപ്പിയിലേക്ക് ഈ ഒരു ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിനെ നമുക്ക് ഈ ഒരു കുപ്പിയിലേക്ക് ആക്കി കൊടുക്കാം. കുപ്പിയിലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു കുപ്പിയിൽ തന്നെ ശരിക്കും ഒരു 1/2 ഗ്ലാസ്സോളം വിനാഗിരിയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 1/2 ഗ്ലാസ് കണക്ക് ഞാൻ നോക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പറയുകയാണ്. 1/2 ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് കൂടുതലുണ്ടാവും. നമ്മൾ ഈ ഒരു വെളുത്തുള്ളിയൊക്കെ കറക്റ്റായി മുങ്ങി കറക്റ്റായി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് ഓവർനൈറ്റ് വെക്കുക കേട്ടോ. ശരിക്കും ഒരു 12 മണിക്കൂറൊക്കെ നമ്മൾ ഈ ഒരു വിനാഗിരി തന്നെ ഈ വെളുത്തുള്ളി ഇരുന്നോട്ടെ, അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓവർനൈറ്റ് ഇതുപോലെ ഈ ഒരു വിനാഗിരിയിൽ വെളുത്തുള്ളി ഇട്ട് വെച്ചതിന് ശേഷം ആ സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ഒരു 1/2 ഗ്ലാസ്സിൽ മേലെയായിട്ട് കുറച്ചും കൂടി വെള്ളം കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു ബോട്ടിൽ നമ്മുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്പ്രേ ബോട്ടിൽ എടുക്കുന്നില്ല, കാരണം സ്പ്രേ ബോട്ടിൽ വെളുത്തുള്ളിയോട് കൂടി തന്നെ ഞാൻ എടുക്കുന്നത് കൊണ്ട് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കുമ്പോൾ ചിലപ്പം കറക്റ്റായി സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നിട്ട് അതിൻ്റെ ആ ഒരു കുപ്പിയുടെ അടപ്പിൽ ചെറിയൊരു ഒറ്റ ഹോളാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഡൈനിങ് ടേബിള്, അതുപോലെ കൗണ്ടർ ടോപ്പ് ഒക്കെ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടൊന്ന് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി വരുന്ന പല്ലി, പാറ്റയുടെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ടിഷ്യൂ പേപ്പറിൽ ഈ ഒരു വെള്ളം ഫുള്ളായി ഒന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുത്തതിന് ശേഷം നമുക്ക് എവിടേക്കാണോ കൂടുതലായിട്ട് പല്ലിയുടെയും പാറ്റയുടെയും എട്ടുകാലിയുടെയും ഒക്കെ ശല്യം ഉള്ളത്, മിക്കവാറും ജനൽ ഭാഗത്തൊക്കെയാണ് കാണുക. അപ്പോൾ അവിടെയൊക്കെ നമ്മളിതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ജനലിൻ്റെ അവിടെ നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ജനലിൽ ഒരു പീസ് നമുക്ക് വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കാരണം വരില്ല കേട്ടോ. വെളുത്തുള്ളിയുടെയൊക്കെ നല്ല സ്മെല്ലല്ലേ. പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ, വാഷിംഗ് മെഷീൻ്റെ സൈഡിലൊക്കെ പല്ലിയും, അതുപോലെ പുറത്തൊക്കെയാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നതെങ്കിൽ വാഷിംഗ് മെഷീന് എലിയൊക്കെ വന്നിട്ട് വയറൊക്കെ കടിച്ച് പൊട്ടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഗ്യാസ് അടുപ്പിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ചെറിയ പാറ്റകളൊക്കെ വരാറുണ്ട്. അതുപോലെ നമ്മൾ
നമ്മുടെ വീട്ടിലൊക്കെ കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും ഇതുപോലെ നമുക്ക് അതിനകത്തൊക്കെ നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ പെരിച്ചാഴിയുടെ ശല്യമുള്ള അവിടെ പെരിച്ചാഴി പോടാക്കി വെച്ചിരിക്കുന്ന അവിടെയൊക്കെ നമ്മൾ രാത്രി സമയത്ത് ജസ്റ്റ് ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ ഇതുപോലെ തേങ്ങയോ ചകിരിയോ എന്തെങ്കിലുമൊക്കെ വിറകൊക്കെ കൂട്ടി വെച്ചിരിക്കുന്ന അവിടെയൊക്കെ ഒന്ന് ഈ ഒരു വെള്ളം ഒന്ന് വിനാഗിരിയും വെളുത്തുള്ളിയും ചേർന്നിട്ടുള്ള ഈ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഈ ഭാഗത്തൊക്കെ പാമ്പ് വന്ന് കിടക്കാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ തേങ്ങയോ ചകിരിയോ ഒക്കെ പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ പാമ്പ് വന്ന് കിടക്കും. അങ്ങനെ വലിയൊരു അപകടം നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊരു വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എലി പെരിച്ചാഴി ഈ പറഞ്ഞ പോലെ പാമ്പ് പാറ്റ പല്ലി ഇവിടെ ശല്യം എല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. എല്ലാ വീടുകളിലും നമുക്ക് വെളുത്തുള്ളി ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല. നമുക്ക് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി എപ്പോഴും നമുക്ക് ആവശ്യമുള്ള സാധനമല്ലേ. ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയ വീട്ടിൽ പ്രശ്നക്കാരും വലിയ തലവേദനയായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആകണമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.